ഹല്ലേലൂയ. അല്പസമയം നിങ്ങളെ സുവിശേഷത്തിലേക്ക് കൊണ്ടുപോവാ. നമ്മളെല്ലാവരും രക്ഷിക്കപ്പെട്ടവരാണ് അല്ലേ? രക്ഷിക്കപ്പെടാത്ത ആരെങ്കിലും ഇതിനകത്തുണ്ടോ? പറഞ്ഞേ, രക്ഷിക്കപ്പെട്ടവരെ ഇതിനകത്തുണ്ട്. നമ്മളെല്ലാം രക്ഷിക്കപ്പെട്ടവരാ. എങ്ങനെയാ നമ്മൾ രക്ഷിക്കപ്പെട്ടത്? രക്ഷ എന്ന് പറഞ്ഞാൽ എന്താ? ഒന്ന് ശ്രദ്ധിച്ചേ. രക്ഷയെന്ന് പറഞ്ഞാൽ ശിക്ഷയിൽ നിന്നുള്ള വിടുതലാണ് രക്ഷ. സ്തോത്രം. ഹല്ലേലൂയ. അപ്പൊ എന്താ ശിക്ഷയ്ക്കൊരു കാരണം? രക്ഷ എന്ന് പറഞ്ഞാൽ എന്താ? ശിക്ഷയിൽ നിന്നുള്ള വിടുതൽ അല്ലേ? അപ്പൊ നമ്മിൽ ശിക്ഷയുണ്ടായിരുന്നു. കർത്താവ് പറയുകയാണ്, രക്ഷ എന്ന് പറഞ്ഞാൽ ശിക്ഷയിൽ നിന്നുള്ള വിടുതലാണ് എന്ത്? രക്ഷ. അപ്പോ എന്താ ശിക്ഷ? ശിക്ഷ എന്ന് പറഞ്ഞാൽ എന്താ? ശിക്ഷ എന്ന് പറഞ്ഞാൽ അത് നിത്യമായിരിക്കുന്ന മരണമാണ്. നിത്യമായിരിക്കുന്ന മരണമെന്ന് പറഞ്ഞാൽ ദൈവത്തിൽ നിന്ന് വേർപെട്ട് ദൈവത്തിന്റെ ജീവനിൽ നിന്ന് അകന്ന് ദൈവ സാന്നിധ്യം അനുഭവിക്കാൻ കഴിയാതെ നരക തുല്യമായി ജീവിക്കുന്നതാണ് ശിക്ഷ. ഹല്ലേലൂയ. ക്ലിയർ ആയോ നിങ്ങൾക്ക്? അങ്ങനെയുള്ള ഒരു സമാധാനം നഷ്ടപ്പെട്ട്, സ്വസ്ഥത നഷ്ടപ്പെട്ട്, എന്ത് ചെയ്താലും പരാജയമെന്ന് പറഞ്ഞ് അങ്ങോട്ട് തിരിയാൻ നിവൃത്തിയില്ല, ഇങ്ങോട്ട് തിരിയാൻ നിവൃത്തിയില്ല, നരകത്തിൽ ജീവിക്കുന്ന ജീവിതമാണ് ഹല്ലേലൂയ നിത്യ നരകമെന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ദൈവജീവനിൽ നിന്ന് അകന്ന് ദൈവവുമായി ഒരു ബന്ധവുമില്ലാതെ ജീവിക്കേണ്ടി വരുന്ന അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് മരണം. ഹല്ലേലൂയ. ക്ലിയർ ആയോ നിങ്ങൾക്ക്? സ്തോത്രം. എന്നെ ശ്രദ്ധിച്ചു കേൾക്കണം. ഇങ്ങനെ ഈ ഭൂമിയിൽ ജീവിക്കുന്ന വ്യക്തി, മരണത്തിൽ ജീവിക്കുന്ന വ്യക്തി, ഈ വ്യക്തിക്ക് ഒരു രണ്ടാം മരണം ഉണ്ടാകാൻ പോകുകയാണ്. ഹല്ലേലൂയ. മനസ്സിലായോ നിങ്ങൾക്ക്? രണ്ടാം മരണം എന്ന് പറഞ്ഞാൽ നിത്യം ലൂസിഫറിനും അവന്റെ ദുരാത്മാക്കൾക്കും വേണ്ടി സൃഷ്ടിക്കപ്പെട്ടതാണ് നരകം. ആ നരകത്തിൽ ദുരാത്മാക്കളോട് കൂടെ നിത്യം 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 ശിക്ഷ അനുഭവിക്കുവാൻ വിധിക്കപ്പെടുന്നതാണ് രണ്ടാം മരണം. അവിടെ ദൈവ സാന്നിധ്യം ഒട്ടുമില്ല, അവിടെ ദൈവസഭയില്ല, അവിടെ പരിശുദ്ധാത്മാവില്ല, ഹല്ലേലൂയ, ഒന്നുമില്ല. അവിടെയുള്ളത് ന്യായവിധി മാത്രമാണ്, ശിക്ഷാവിധി മാത്രമാണ്. ഹല്ലേലൂയ. ഈ നരകത്തിൽ നിത്യം നിത്യം, നരകത്തിലും ആരും മരിക്കത്തില്ല കേട്ടോ, നരകത്തിൽ ജീവിക്കാൻ പോവാം. ശിക്ഷാവിധി അനുഭവിച്ച് നിത്യം 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 നരകത്തിൽ ജീവിക്കാൻ പോകുന്നതിനെയാണ് രണ്ടാം മരണം എന്ന് പറഞ്ഞിരിക്കുന്നത്. ഹല്ലേലൂയ. ഈ ഭൂമിയിൽ ഒന്നുകൂടി ഞാൻ പറയാം, ഈ ഭൂമിയിൽ ദൈവത്തിന്റെ ജീവനിൽ നിന്നകന്ന, ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കാൻ കഴിയാതെ ദൈവത്തിൽ നിന്ന് വേർപെട്ട് ജീവിക്കുന്നതിനെയാണ് മരണം എന്ന് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ജീവിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിലും കുടുംബത്തിലും ഒത്തിരി തകർച്ചകൾ, ഒത്തിരി രോഗങ്ങൾ, ഒത്തിരി ബന്ധനങ്ങൾ, ഒത്തിരി ശാപങ്ങൾ, ഒത്തിരി കയ്പ്, പക, പിണക്കം, ഇതൊക്കെ വരുന്നത്. ഇതൊക്കെ നരകത്തിന്റെ ജീവിതമാണ്. ഇങ്ങനെ ജീവിച്ച് 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 ഈ ഭൂമിയിലെ സമയം കഴിയുമ്പോൾ ഇതേ മനുഷ്യൻ നിത്യ മരണത്തിന്, രണ്ടാം മരണത്തിന് വിധിക്കപ്പെടും. ഇതാണ് ശിക്ഷ. ഹല്ലേലൂയ. മനസ്സിലായോ നിങ്ങൾക്ക്? ഇതാണ് ശിക്ഷ. ഈ ശിക്ഷയ്ക്ക് കാരണം എന്താ? ഞാൻ പറഞ്ഞു, രക്ഷ എന്ന് പറഞ്ഞാൽ ശിക്ഷയിൽ നിന്നുള്ള വിടുതല. ഇപ്പോൾ നമ്മൾ ശിക്ഷ എന്താണെന്ന് അറിഞ്ഞു. ഈ ശിക്ഷയിൽ നിന്നുള്ള വിടുതലാണ് രക്ഷ. അപ്പോ ഈ ശിക്ഷയ്ക്ക് എന്നിലൊരു കാരണമുണ്ട്. ഈ ശിക്ഷയ്ക്ക് എന്നിലൊരു കാരണമുണ്ട്. എന്താ കാരണം? മനുഷ്യന്റെ പാപമാണ്. പാപം എന്താണെന്ന് റോമർക്കെതിരെ ലേഖനത്തിൽ 1-ാം അധ്യായത്തിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. വിശദീകരിക്കാൻ സമയമില്ല. സ്തോത്രം. അത് വായിക്കണം നിങ്ങൾ. ഭവനത്തിൽ പോയി വായിച്ച് നിങ്ങൾ ഈ പറയുന്നുണ്ടല്ലോ, പാപം പാപം പാപം.
എന്താ പാപമെന്ന് ചോദിക്കുന്നവനോട് വെളിപ്പെടുത്തി കൊടുക്കണം, ഇതാടാ പാപം. ഹല്ലേലൂയ. മനുഷ്യ, നിങ്ങൾക്ക് ശ്രദ്ധിച്ചു കേൾക്ക്, ഇവിടെ ഒത്തിരി കുഞ്ഞുങ്ങളിരിപ്പുണ്ട്. ഹല്ലേലൂയ. ഞാൻ വ്യക്തമായി പറയാം, ഇത് നിങ്ങൾ കേൾക്കുന്നത് ദൈവത്തിന്റെ ജ്ഞാനമാ. പരിശുദ്ധാത്മാ മുഖാന്തരം വ്യക്തികൾ എഴുതി തന്ന സ്വർഗീയ പിതാവിന്റെ ഉടമ്പടിയാണ് നിങ്ങൾ കേൾക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ കാതുകളിലൂടെ ഈ സന്ദേശത്തെ നിങ്ങളുടെ ഹൃദയത്തിനകത്ത് സ്വീകരിക്കണം. എന്തിനറിയാമോ? നിങ്ങളുടെ മുമ്പിൽ വരുന്ന വ്യക്തികളോട് നിങ്ങൾ ശുശ്രൂഷിക്കണം. നിങ്ങളുടെ അടുത്ത് സമാധാനം നഷ്ടപ്പെട്ട്, നിങ്ങളുടെ അകത്ത് വേദന പേറിക്കൊണ്ട് നാശത്തിന്റെ ജീവിതം ജീവിക്കുന്ന വ്യക്തികളുടെ അരികിൽ ചെന്നിട്ട് നിങ്ങൾ ഈ യേശുവിനെ കൊടുക്കണം, ഈ രക്ഷയെ നിങ്ങൾ പകർന്നു കൊടുക്കണം. ഇതാ ശുശ്രൂഷ എന്ന് പറയുന്നത്. ഇതിനു വേണ്ടി വിളിക്കപ്പെട്ടിരിക്കുന്നവരാണ് സഭ. സഭയുടെ മേലേൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം ഈ കാലഘട്ടത്തിൽ സഭ പൂർത്തീകരിച്ചേ മതിയാകട്ടെ. കാരണം പരിശുദ്ധാത്മാവിന്റെ ഭൂമിയിലുണ്ട്. അവൻ സഹായകനാണ്, അവൻ നല്ലൊരു ടീച്ചറാണ്, അവൻ നിനക്ക് മുമ്പേ പോകുന്നവനാണ്. നീ പറയുന്നത് മറ്റുള്ളവന്റെ അകത്ത് ചെയ്തെടുപ്പാൻ നീ അയച്ചു തന്ന ഒരു ഗിഫ്റ്റാണ് പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവിയുടെ ഉള്ളിടത്തോളം കാലം നീ ആരോടും സുവിശേഷം പറയാൻ ഭയപ്പെടരുത്, ആരോടും മുമ്പിൽ ലജ്ജിക്കരുത്. വീരം വാശിയോടെ നീ പറയണം. കാരണം നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവൻ നിന്റെ അരികിലുണ്ട്, നിന്റെ മുമ്പും പിമ്പും അവൻ കോട്ടയായിരിക്കുന്നുണ്ട്. ദൂതന്മാരുണ്ട്. ഹല്ലേലൂയ. ഈ പ്രാഗൽഭ്യത്തോടെ നീ പുറപ്പെടണം, ഈ ശക്തിയോടെ നീ പുറപ്പെടണം. ഈ ധൈര്യം സ്വർഗത്തിൽ നിന്ന് വരുന്ന ധൈര്യമാണ്, ഒരു മനുഷ്യൻ തരുന്ന ധൈര്യമല്ല ഇത്. ഇത് സ്വർഗത്തിലെ പിതാവാം ദൈവം തരുന്ന ധൈര്യമാണ്. നീ ഒരു ഭാരവും ചുമക്കണ്ട. ഞാൻ പറഞ്ഞാൽ അത് ശരിയാകൂ, ഞാൻ പറഞ്ഞാൽ ആ വ്യക്തി എന്ത് വിചാരിക്കും? ഇത് ഭാരമാണ്, ഇത് നീ ചുമക്കരുത്. ഹല്ലേലൂയ. ഇത് നിന്നയാണ്, ഇത് ലജ്ജയാണ്, ഇത് നീ ചുമക്കരുത്. കാരണം പരിശുദ്ധാത്മാവ് നിനക്ക് തന്ന ദൈവത്തെ നീ തുച്ഛീകരിക്കരുത്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിനെ നിന്നെ ചലിക്കുവാൻ നീ അനുവദിക്കണം. സ്തോത്രം. ഹല്ലേലൂയ. പലർക്കും ഈ ബോധമില്ല. കർത്താവിന്റെ വേല എന്ന് പറഞ്ഞുകൊണ്ട് പ്രസംഗിക്കുന്നതാ കർത്താവിന്റെ വേല അല്ലെന്ന്. ഹല്ലേലൂയ. കർത്താവിന്റെ വേല എന്തെന്ന് ഈ സന്ദേശം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ഈ സന്ദേശം കേൾക്കും പരിശുദ്ധാത്മാവ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുകയാണ് കർത്താവിന്റെ വേലയ്ക്ക്. സ്തോത്രം. ഹല്ലേലൂയ. ശ്രദ്ധിച്ചു കേട്ടെ, എന്താ ശിക്ഷാവിധി എന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ആ ശിക്ഷാവിധി ഞാൻ അനുഭവിക്കുവാനുള്ള കാരണം എന്താ? ഹല്ലേലൂയ. മനുഷ്യന്റെ പാപമാണ്. പാപത്തെ കുറിച്ച് പിന്നീട് ഒരു ദിവസം പഠിപ്പിക്കും. സ്തോത്രം. ഈ പാപം എന്നിൽ വന്നപ്പോൾ ആ പാപം എന്നിലേക്ക് കൊണ്ടുവന്നതാണ് ശിക്ഷാവിധി, ന്യായവിധി. ഹല്ലേലൂയ. സ്തോത്രം. ഇങ്ങനെ സകല മനുഷ്യരും ഈ നിത്യമരണത്തിൽ അല്ലെങ്കിൽ രണ്ടാം മരണത്തിൽ, നിത്യമരണം എന്ന് പറയുന്നത് തന്നെയാണ് രണ്ടാം മരണം. സ്തോത്രം. ഹല്ലേലൂയ. ഈ നിത്യമരണത്തിൽ സകല മനുഷ്യരും ജീവിക്കുവാൻ വിധിക്കപ്പെട്ടിരിക്കുകയാണ്. പാപമുഖാന്തരം ഈ നരകത്തിൽ, ലൂസിഫറിനെ ഒരുക്കിയ നരകത്തിൽ, ലൂസിഫറിനെ ശിക്ഷിക്കുവാൻ ദൈവം ഒരുക്കിയ നരകത്തിൽ ഈ ഭൂമിയെ പോലെ മറ്റൊരു പ്രപഞ്ചമാണ് നരകം. ഹല്ലേലൂയ. ശ്രദ്ധിച്ചു കേൾക്കണമേ. ഈ പ്രപഞ്ചത്തിൽ എവിടെയോ ദൈവം സ്ഥാപിച്ചിരിക്കുന്ന ഒരു സ്ഥലമാണ് നരകം എന്ന് പറയുന്നത്. അത് മനുഷ്യന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടതല്ല. അത് വീണുപോയ, ദൈവത്തിന്റെ കൽപ്പന അനുസരിക്കാതെ വീണുപോയ ദൂതന്മാരും അവന്റെ കൂടെ വീണുപോയ സഹദൂതന്മാരെ പാർപ്പിക്കാൻ വേണ്ടി ഈ പ്രപഞ്ചത്തിൽ ദൈവം സൃഷ്ടിച്ചിരിക്കുന്ന ഒരു സ്ഥലമാണ് നരകം. സ്തോത്രം. ആ നരകത്തിൽ നമ്മൾ ജീവിക്കുവാൻ വിധിക്കപ്പെട്ടത്. എന്റെ പാപം കാരണം, ഞാൻ ചെയ്ത പാപം മുഖാന്തരം അങ്ങനെ ഒരു സ്ഥലത്ത് ഞാൻ ചെന്ന് ചേരുവാൻ വിധിക്കപ്പെട്ടപ്പോൾ ഹല്ലേലൂയ, എനിക്ക് നിത്യമായ രക്ഷ തരുവാൻ, എന്നെ നിത്യമരണത്തിൽ നിന്ന് വീണ്ടെടുക്കുവാൻ, എന്റെ പാപത്തെ മാറ്റി എന്നെ നീതീകരിക്കുവാൻ, ദൈവത്തിന്റെ സന്നിധിയിൽ എന്നെ നിർത്തുവാൻ, ദൈവത്തിന്റെ മുൻപാകെ ദൈവരാജ്യത്തിലേക്ക് കൊണ്ടുപോകുവാൻ ദൈവം വെളിപ്പെടുത്തിയതാണ് ഹല്ലേലൂയ പുത്രനായ ക്രിസ്തു. സ്തോത്രം.
ഇനി നമുക്ക് ഈ നരകത്തിൽ നിന്നും, ഹല്ലേലൂയ, ഈ ശിക്ഷാവിധിയിൽ നിന്നും നമുക്കൊരു മോചനം തരുന്നത് പുത്രനായ യേശുക്രിസ്തു മുഖാന്തരമാണ്. പുത്രനായ യേശുക്രിസ്തു മുഖാന്തരമല്ലാതെ ഒരു മനുഷ്യനും ഈ ശിക്ഷാവിധിയിൽ നിന്ന് പുറത്തു വരത്തില്ല. അതുകൊണ്ട് വിശുദ്ധ തിരുവെടുത്ത് പറയുന്നത്, ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ രക്ഷയ്ക്ക് നൽകപ്പെട്ടിരിക്കുന്ന ഏക നാമമുണ്ടെങ്കിൽ അത് യേശു എന്ന നാമമാണെന്ന് പറയുവാൻ നിനക്കും ചങ്കൂറ്റമുണ്ടാകണം. ഹല്ലേലൂയ. ഒരു മനുഷ്യന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ നീ പറയണം, നിന്റെ രക്ഷയ്ക്ക് ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒറ്റ നാമം അത് യേശുവിന്റെ നാമമാണ്, മറ്റൊരു നാമമില്ല എന്ന് നീ പറയണം. ഹല്ലേലൂയ. മറ്റൊരു നാമമില്ലെന്ന്. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതിനകത്ത് ഈ സന്ദേശം കേൾക്കുമ്പോൾ അവിടെയെങ്കിലും ഹൃദയത്തിനകത്ത് പ്രാഗൽഭ്യം വന്ന് നിറയുന്നെങ്കിൽ അത് അഭിഷേകമാണ്. ഹല്ലേലൂയ, അത് അധികാരമാണ്. ഇന്ന് പകൽ നീ പൂർണ്ണതയിൽ സ്വീകരിച്ച് പൂർത്തീകരിച്ചിട്ട് ഇവിടം വിട്ട് നീ മടങ്ങാം. സ്തോത്രം. ഹല്ലേലൂയ. ഒരു വചനം വായിക്കാം. റോമർക്ക് ലേഖനം 3-ാം അധ്യായം 23-ാം വാക്യം ഇങ്ങനെ പറയും, ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. ഹല്ലേലൂയ. ശ്രദ്ധിച്ചേട്ടെ, എന്താ 23-ാമത്തെ വാക്യം പറയുന്നത്? ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവത്തിന്റെ തേജസ് ഇല്ലാത്തവരായി തീർന്നു. ഹല്ലേലൂയ. എന്തില്ലാത്തവരായ തീർന്നത്? ദൈവത്തിന്റെ തേജസ് ഇല്ലാത്തവരായി തീർന്നു. ഹല്ലേലൂയ. എല്ലാവരും ഒന്ന് പറഞ്ഞ്, പാപം ചെയ്തപ്പോൾ എന്താ നഷ്ടപ്പെട്ടത്? ദൈവത്തിന്റെ തേജസ് നഷ്ടപ്പെട്ടു. ഹല്ലേലൂയ. എന്തില്ലാത്തവരായി തീർന്നു? ദൈവത്തിന്റെ തേജസ് ഇല്ലാത്തവരായി തീർന്നു. ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും, സകല മനുഷ്യരും, ഒരെണ്ണം പോലും ഇല്ല, ഒരു വ്യത്യാസവും ഇല്ലെന്നാ പറയുന്നത്. ഏത് മനുഷ്യന്റെ മേലും തേജസ്സില്ല, ഒരു വ്യത്യാസവുമില്ല. സകല മനുഷ്യരും പാപം ചെയ്ത് ദൈവത്തിന്റെ തേജസ് ഇല്ലാത്തവരായി മാറി. ഇനി കർത്തവാക്യം പറയുകയാണ്, യേശുക്രിസ്തുവിന്റെ വീണ്ടെടുപ്പ് മൂലം ഇതിലേക്ക് മടങ്ങി വരാൻ പറ്റും. ഹല്ലേലൂയ. യേശുക്രിസ്തുവിലുള്ള വീണ്ടെടുപ്പ് മൂലം ഇതിലേക്ക് മടങ്ങി വരാൻ പറ്റും. അതാ താഴോട്ടുള്ള വാക്യം പറയുന്നത്. ഒന്നാമതായി നിങ്ങൾ യേശുക്രിസ്തു നിങ്ങൾക്കും എനിക്കും ആരാണെന്ന് നിങ്ങൾ തിരിച്ചറിയാം. ഹല്ലേലൂയ. ഒന്നാമത് യേശുക്രിസ്തു എനിക്കും നിങ്ങൾക്കും പകരമുള്ളവനാണ്. ഒത്തിരി സഭകൾ നമ്മുടെ മുമ്പിലുണ്ട്. പക്ഷെ ആ സഭകളിൽ കർത്താവിനെ ആരാധിക്കുന്ന പലരും, ഭൂരിഭാഗം ആൾക്കാരും എങ്ങനെയാ സഭയ്ക്കകത്ത് വന്നത്? എന്നെ കർത്താവ് കരുതും, ഞാൻ ചോദിക്കുന്നതെല്ലാം കർത്താവ് എനിക്ക് തരും. ഹല്ലേലൂയ. എൻ്റെ രോഗത്തെ മാറ്റും, എനിക്ക് പണം തരും, എനിക്ക് വിദ്യാഭ്യാസം തരും, എനിക്ക് നല്ല ജോലി തരും. ഇങ്ങനെയൊക്കെയാണ് പലരും, ഹല്ലേലൂയ, ഭൂരിഭാഗം വിശ്വാസികളും ദൈവസഭയ്ക്കകത്ത് വന്നിരിക്കുന്നത്. ഞാൻ പറയാം, ഇങ്ങനെ ആരെങ്കിലും അകത്ത് ഇങ്ങനത്തെ വെളിപാടാണെങ്കിൽ നീ ദൈവ തേജസ് കാണത്തില്ല. ഹല്ലേലൂയ. നിന്റെ മേൽ നിറയാനുള്ളതല്ല ദൈവ തേജസ്, നിനക്കുള്ളതല്ല ദൈവ തേജസ്. ഹല്ലേലൂയ. തോന്നിയതുപോലെ, തോന്നിയ വെളിപ്പാടിൽ, തോന്നിയ ഉപദേശത്തിൽ ജീവിക്കുന്നവന് പകരപ്പെടാനുള്ളതല്ല ദൈവത്തിന്റെ തേജസ്. ദൈവത്തിന്റെ തേജസ് എന്ന് പറയുന്നത് അത് പുത്രന്മാർക്കും പുത്രിമാർക്കും ഉള്ളതാണ്. അതുകൊണ്ട് വചനം പറയുന്നത്, വിശ്വാസികളായി ഒരു വ്യത്യാസവുമില്ല, ദൈവ തേജസ് ഇല്ലാതെ ഇരിക്കുന്നത്. ഹല്ലേലൂയ. മനുഷ്യൻ, നിങ്ങൾക്ക് ശ്രദ്ധിച്ചു കേൾക്ക്, ഇത് തരുവാൻ, നിന്റെ രോഗത്തെ മാറ്റുവാൻ പ്രാപ്തിയുള്ള ദൈവങ്ങൾ ഒത്തിരിയുണ്ട്. നിനക്ക് പണമില്ലെങ്കിൽ പണം തരുവാൻ പ്രാപ്തമാക്കുന്ന ഒത്തിരി സ്പിരിറ്റുള്ള, ആത്മാവുള്ള വ്യക്തികൾ ഈ ലോകത്തുണ്ട്. ഹല്ലേലൂയ. ശ്രദ്ധിച്ചു കേൾക്കണം. കർത്താവ് സ്വർഗത്തിന്റെ മഹത്വം വെടിഞ്ഞു വന്നത് നിനക്ക് ഇതൊന്നും തരാനല്ല, പക്ഷെ ഇതെല്ലാം കിട്ടും. ഹല്ലേലൂയ. പക്ഷെ മെയിൻ കർത്താവ് ഭൂമിയിലേക്ക് വന്ന് ഇതൊന്നും തരാനല്ല വന്നത്. ഇതൊക്കെ തരാൻ പ്രാപ്തിയുള്ള ഒത്തിരി പേരുണ്ട്. ഇതൊക്കെ വേണമെങ്കിൽ അവരുടെ അടുത്ത് പോയാൽ പെട്ടെന്ന് കിട്ടും. പലർക്കും യേശു ഇതാ ശിക്ഷാവിധി കിടക്കുക, ഇന്നും ശിക്ഷാവിധി മാറിയിട്ടില്ല, അതുകൊണ്ട് യേശു എനിക്ക് അതാണ്.
രക്ഷകൻ എന്ന് പറഞ്ഞില്ല. സ്തോത്രം. നീ ചിന്തിക്കാൻ വേണ്ടി പറഞ്ഞതാ. യേശു ഒന്നാമതായി, യേശു എന്റെ പകരക്കാരനാണെന്ന് പിതാവ് വെളിപ്പെടുത്തിയ സത്യം നീ തിരിച്ചറിയണം. ഒന്നാമത് യേശു എന്റെ പകരക്കാരനാ. എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഒരു വ്യത്യാസവുമില്ല. ഞാൻ പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടപ്പെട്ടവനാ. ദൈവ തേജസ് എന്നിൽ നിന്ന് മാറ്റപ്പെട്ടവനാ. ദൈവ തേജസ് എന്നിൽ നിന്ന് മാറ്റപ്പെട്ടവന് ഈ ഭൂമിയിൽ എന്ത് പ്രവർത്തിക്കാൻ കഴിയും? എന്ത് ചെയ്യാൻ കഴിയും? ഹാലലി വിശുദ്ധി ജീവിക്കാൻ പറ്റോ? ഇല്ല. മാനത്തിൽ ജീവിക്കാൻ പറ്റോ? ഇല്ല. ദൈവത്തെ അനുസരിക്കാൻ പറ്റോ? ഇല്ല. അതുകൊണ്ടാ പറഞ്ഞ് എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല. എന്നെ കൊണ്ട് നേരെ ജീവിക്കാൻ പറ്റത്തില്ല. എന്നെ കൊണ്ട് ഒരു പ്രാപ്തിയും ഇല്ല എനിക്ക്. അതുകൊണ്ടാ ഒരു വ്യത്യാസവും ഇല്ല. എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു എന്ന് പറഞ്ഞിരിക്കുന്നത്. എന്റെ സ്ഥാനത്ത് എനിക്കൊരു പ്രാപ്തിയും ഇല്ലാത്തത് കൊണ്ട് എന്റെ സ്ഥാനത്ത് എന്നെ പ്രാപ്തനാക്കുവാൻ പിതാവാം ദൈവം എനിക്ക് വേണ്ടി ഭൂമിയിലേക്ക് അയച്ചു തന്നതാണ് യേശുവിനെ. ഹല്ലേലൂയ. യേശു ക്രിസ്തു എന്റെ പകരക്കാരനാണ്. എനിക്ക് പകരമുള്ളവനാണ് യേശു. ഹല്ലേലൂയ. ഇനി ശ്രദ്ധിച്ചു കേൾക്കണമേ. എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റാത്ത സകലതും പിതാവാം ദൈവം എന്റെ പകരക്കാരനായിരിക്കുന്ന യേശുവിലൂടെ ചെയ്ത് തികയ്ക്കാൻ പോകുകയാണ്. ഹല്ലേലൂയ. എനിക്ക് പറ്റാത്തത് ഈ ഭൂമിയിൽ എനിക്കൊന്നും ചെയ്യാൻ സാധ്യമല്ല. എനിക്കൊന്നും ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് എന്റെ പകരക്കാരനായി എന്റെ പേരിൽ എന്റെ സ്ഥാനത്ത് അയച്ചു തന്ന യേശുവിലൂടെ എന്റെ സകലതും ചെയ്ത് തികയ്ക്കാൻ പോവാ. ഹല്ലേലൂയ. നിങ്ങൾ സത്യം തിരിച്ചറിയുക. നിങ്ങൾ സത്യത്തിൽ തിരിച്ചറിഞ്ഞ സത്യത്തിൽ നിന്ന ക്രിസ്തു നിങ്ങളിൽ വെളിപ്പെടും. എന്താ ക്രിസ്തു? യേശു ആരാ? എനിക്ക് യേശു എനിക്ക് പകരക്കാരനാ. എന്റെ സ്ഥാനത്ത് പിതാവാം ദൈവം എനിക്ക് പകരമായി അയച്ചു തന്നതാണ് ക്രിസ്തു. എനിക്ക് എന്റെ യേശു എന്റെ പകരക്കാരനാണ്. നിങ്ങൾക്കോ? നിങ്ങൾക്കാരാ? നിന്റെ സ്ഥാനത്ത് നിന്റെ ജീവിതം ജീവിക്കുവാൻ കർത്താവ് ഒരുക്കിയ ഒരു വ്യക്തിയാണ് കർത്താവ്. ഹല്ലേലൂയ. നിന്നിലേക്ക് നോക്കത്തില്ല. പറയാം. സ്തോത്രം. ശ്രദ്ധിച്ചേ. ഇനി യേശു, നമ്മൾ ഇനി മുഴുവനായി യേശുവിനെ ശ്രദ്ധിക്കാൻ പോവാ. നമ്മളുടെ മുഴുവനായി നമ്മൾ യേശുവിനെ കാണാൻ പോവാ. ഹല്ലേലൂയ. എങ്ങനെയാണ് ശിക്ഷാവിധി പിതാവാം ദൈവം പുത്രൻ മുഖാന്തരം എനിക്ക് മാറ്റിത്തന്നത്? നിത്യമായ നരകം, രണ്ടാം മരണം എങ്ങനെയാ കർത്താവ് എന്റെ പേരിൽ നിന്ന് മാറ്റിയത്? അത് നമ്മൾ പഠിക്കാൻ പോകുകയാണ്. ഹല്ലേലൂയ. എങ്ങനെയാ മാറ്റിയത്? ഒന്ന്, യേശുക്രിസ്തുവിന്റെ ശരീരത്തിലും യേശുക്രിസ്തുവിന്റെ രക്തത്താലുമാണ് എന്റെ ശിക്ഷാവിധിയെ ഹല്ലേലൂയ പിതാവാം ദൈവം എന്നിൽ നിന്ന് മാറ്റിയത്. നമ്മൾ യേശുക്രിസ്തുവിന്റെ ശരീരത്തെ കുറിച്ചും യേശുക്രിസ്തുവിന്റെ രക്തത്തെ കുറിച്ചും ചില കാര്യങ്ങൾ നമ്മൾ ധ്യാനിക്കാൻ പോകുകയാണ്. ഈ രണ്ട് കാര്യം ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. യേശുവിന്റെ ശരീരം എനിക്കും നിനക്കും വിലയുള്ളതായി തീരണം. യേശുവിന്റെ രക്തം എനിക്കും നിനക്കും വിലയുള്ളത് മാന്യമുള്ളതായി തീരണം. ഹല്ലേലൂയ. അതുകൊണ്ട് ഒന്നാമത് നമ്മൾ പഠിക്കാൻ പോകുകയാണ്. യേശുക്രിസ്തുവിന്റെ ശരീരത്തെ കുറിച്ച് പഠിക്കാൻ പോകുകയാണ്. എന്താ യേശുക്രിസ്തുവിന്റെ ശരീരത്തിന്റെ പ്രത്യേകത? പിതാവാം ദൈവം യേശുക്രിസ്തുവിനെ എന്റെ പകരക്കാരനായി എന്റെ അടുക്കൽ നിർത്തിയിട്ട് ഒന്നാമത് പിതാവ് ചെയ്ത കാര്യം എന്തെന്നറിയാമോ? ഞാൻ ചെയ്ത പാപത്തെ മുഴുവനും, എന്റെ സകല പാപത്തെ മുഴുവനും പിതാവാം ദൈവം എന്നിൽ നിന്നെടുത്ത് തന്റെ മേൽ ചുമത്തി. ഇത് ഒരു മനുഷ്യൻ ചെയ്ത കാര്യമല്ല ഞാൻ നിങ്ങളോട് പറയുന്നത്. ഹല്ലേലൂയ. ഒരു പുരോഹിതൻ ചെയ്യുന്ന കാര്യമല്ല പറഞ്ഞത്. ഇത് എനിക്ക് വേണ്ടി പിതാവാം ദൈവം ചെയ്ത പ്രവൃത്തിയെ കുറിച്ച് പറയുകയാണ്. ഹല്ലേലൂയ. എന്റെ പേരിൽ പിതാവാം ദൈവം തികച്ച കാര്യത്തെ കുറിച്ച് ഞാൻ സംസാരിക്കുന്നത്. ശ്രദ്ധിച്ചു കേൾക്കാം. ഹല്ലേലൂയ. എന്റെ മേൽ കിടക്കുന്ന പാപം, എന്റെ സകല പാപത്തെയും പിതാവാം ദൈവം എന്നിൽ നിന്നെടുത്ത് യേശുക്രിസ്തുവിന്റെ ശരീരത്തിൽ ചുമത്തി. ഇതാരാ ചെയ്തത്? പിതാവാ ചെയ്തത്. ആരും ചോദ്യം ചെയ്യണ്ട കേട്ടോ. ഹല്ലേലൂയ. ഒരു സംശയവും വേണ്ട. പിതാവിന്റെ പ്രവൃത്തി ചെയ്യാൻ പോകുകയാണ്. ഹല്ലേലൂയ. എന്നെ നിത്യതയിൽ എത്തിക്കുവാൻ പിതാവിന്റെ ഇഷ്ടം ചെയ്യാൻ പോകുകയാണ്. ഹല്ലേലൂയ. ഞാൻ അതിന് വിരോധമായി ചോദ്യം ചെയ്യേണ്ട ആവശ്യം എനിക്കില്ല. പിതാവിന്റെ ഹിതമാ, പിതാവിന്റെ
പിതാവിന്റെ ഇഷ്ടമോ. പിതാവിന് ഇങ്ങനെയായി എന്നെ നിത്യതയിൽ എത്തിക്കേണ്ടത്. പിതാവ് എന്റെ പാപത്തെ എടുത്ത് പുത്രന്റെ മേൽ ചുമത്തി. പുത്രൻ ആ പാപത്തെ ചുമന്നുകൊണ്ട് കാൽവരി ക്രൂശിന്മേൽ നടന്നു കയറി. കാൽവരി ക്രൂശിൽ വെച്ച് പിതാവാം ദൈവം എന്റെ പാപത്തെ പുത്രന്റെ ശരീരത്തിൽ വെച്ച് ശിക്ഷിച്ചു, ന്യായം വിധിച്ചു. ഇത് ചെയ്തത് ഈ പിതാവാ ചെയ്തത്. ഹല്ലേലൂയ. ഇതിനെ വിശ്വസിക്കാമോ? പിതാവാം ദൈവം എന്റെ പാപത്തെ യേശുക്രിസ്തുവിന്റെ ശരീരത്തിന്മേൽ ചുമത്തി. യേശുക്രിസ്തു ആ പാപത്തെ ചുമന്നുകൊണ്ടാണ് ഗോൽഗോഥയിലേക്ക്, തലയോടിടമെന്ന പാറയിലേക്ക്, ഹല്ലേലൂയ, ഒത്തിരി ഭാരമുള്ള കുരിശുമായി നടന്നു കയറിയത്. ശ്രദ്ധിച്ചു കേൾക്കണം. ആ ക്രൂശിന്മേൽ വെച്ച്, ഹല്ലേലൂയ, എന്റെ പാപത്തെ പിതാവാം ദൈവം ശിക്ഷിക്കുകയായിരുന്നു. ആ പാപത്തെ, ഞാൻ ചെയ്ത പാപത്തെ യേശുക്രിസ്തുവിന്റെ ശരീരത്തിൽ വെച്ച് ന്യായം വിധിക്കുകയാണ്. ഹല്ലേലൂയ. യേശുക്രിസ്തു ശരീരം എന്ന് പറയുന്നത് എന്റെ പാപത്തെ ന്യായം വിധിച്ച സ്ഥലമാണ്. യേശുവിന്റെ ശരീരം. സ്തോത്രം. ക്ലിയർ അല്ലേ നിങ്ങൾക്ക്? ഹല്ലേലൂയ. അതുകൊണ്ട് റോമർക്കെതിരെ ലേഖനം 8-ാം അധ്യായം വായിച്ചാൽ മതി. പറയുകയാണ്, ഇപ്പോൾ ക്രിസ്തു യേശുവിലുള്ളവർക്ക്, പറഞ്ഞേ, ക്രിസ്തു യേശുവിലുള്ളവർക്ക് ഉറപ്പുണ്ടോ നിങ്ങൾക്ക്? റോമർക്കെതിരെ ലേഖനം 8-ാം അധ്യായം 1-ാം വാക്യം. ഇപ്പോൾ ക്രിസ്തുവേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. വിശ്വസിക്കുമോ സഹോദരങ്ങളെ? സഭയോടാ പറയുന്നത്. രക്ഷിക്കപ്പെട്ടു എന്ന് പറയല്ല നീ ചെയ്യേണ്ടത്. ആ ക്രൂശിലേക്കൊന്ന് നോക്ക്. ക്രൂശിലേക്ക് നോക്കുമ്പോൾ നിന്റെ ന്യായവിധി തകർക്കപ്പെടുന്നത് കാണാം. നിന്റെ ശിക്ഷാവിധി ക്രൂശിൽ യേശുവിന്റെ ശരീരത്തിൽ വെച്ച് ശിക്ഷിക്കപ്പെടുന്നത് കാണാം. നിന്നെയാ കൊല്ലേണ്ടത്, നിന്നെയാ തകർക്കേണ്ടത്, നിന്നെയാ ശിക്ഷിക്കേണ്ടത് പിതാവ് ചെയ്തില്ലല്ലോ. യേശുവിന്റെ ശരീരത്തിലല്ലേ അത് ചെയ്തത്. അതുകൊണ്ട് വിശുദ്ധ തിരുവെഴുത്ത് പറഞ്ഞു, ഇപ്പോൾ ഈ യേശുക്രിസ്തുവിന്റെ ശരീരത്തിലുള്ള ശുശ്രൂഷയിൽ നീ വിശ്വസിക്കുന്നുവോ? യേശുക്രിസ്തുവിന്റെ ശരീരത്തെ നീ അംഗീകരിക്കുന്നുവോ? ക്രൂശിൽ പിതാവാം ദൈവം ചെയ്ത പ്രവൃത്തിയെ നീ അംഗീകരിക്കുന്നുവോ? അംഗീകരിക്കുന്നുവെങ്കിൽ നിന്നോട് പറയുകയാണ്, ഇപ്പോൾ ക്രിസ്തുവേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. നിന്നെ ഇനി ശിക്ഷിക്കാൻ പറ്റത്തില്ല. കാരണം നിന്റെ ശിക്ഷാവിധി നടന്നു കഴിഞ്ഞു. നിന്റെ ശിക്ഷ തീർന്നു പോയി. നിന്നെ ഇനി അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. പിതാവ് ഒരിക്കലായി നിന്റെ സകല പാപവും യേശുവിന്റെ ശരീരത്തിൽ വെച്ച് ശിക്ഷിച്ചു. നിന്റെ ന്യായവിധിയെ അവസാനിപ്പിച്ചു. എനിക്കും നിനക്കും ഇനി ന്യായവിധിയില്ല. ആരെങ്കിലും ന്യായവിധി ഉണ്ട് എന്ന് നിന്നോട് പറഞ്ഞാൽ അവൻ കള്ളനാണ് എന്ന് പറഞ്ഞ് നിനക്ക് വേണ്ടി മരിച്ച യേശുവിനെ കള്ളൻ എന്ന് വിളിക്കുക. ഹല്ലേലൂയ. ഇന്നും സഭയ്ക്കകത്ത് പഠിപ്പിയുണ്ട്, ന്യായവിധിയുണ്ട് നിനക്ക്, നീ ന്യായവിധിയിൽ പെട്ടുപോകും, അവൻ കള്ളനാണ്. കാരണം എന്തെന്ന് അറിയുമോ? ക്രൂശിന്റെ വെളിപ്പാട് അവന്റെ അകത്തില്ലാത്തത് കൊണ്ട് ഇന്നും സഭയിൽ പ്രസംഗിക്കുക നീ ന്യായവിധിയിലേക്ക് പോകും. ഇല്ല ഇല്ല ഇല്ല. യേശുക്രിസ്തുവിന്റെ ശരീരത്തിൽ വിശ്വസിക്കുന്നവന് വിശുദ്ധ തിരുവെഴുത്തിൽ എഴുതിയിരിക്കുക, ഇപ്പോൾ ക്രിസ്തുയേശുവിൽ ഉള്ളവർക്ക് ഒരു ന്യായവിധിയുമില്ല. ഹല്ലേലൂയ. കർത്താവ് ചെയ്തത് വെറുതെ വൃഥാവല്ല. പലരും അതിനെ അങ്ങനെ ആക്കി തീർക്കുന്നുണ്ട്. വിശ്വസിക്കുമ്പോൾ നിങ്ങൾ കർത്താവിന്റെ ശരീരത്തിൽ അപ്പം നുറുക്കുമ്പോൾ കർത്താവിന്റെ ശരീരം നമ്മൾ വായിലിട്ട് ചവയ്ക്കാറില്ലേ? കടിച്ചു പൊട്ടിക്കാറില്ലേ? ക്രൂശിലെ യാഗമാ എൻ്റെ വായിൽ കിടന്ന് കർത്താവിന്റെ ശരീരം ചതച്ചരച്ചതുപോലെ റോമൻ പടയാളികൾ ക്രൂശിൽ യേശുവിന്റെ ശരീരത്തെ ചതച്ചരച്ചു. പലരും ധാരണ ഉപവാസം എടുത്ത് കരഞ്ഞ് നിലവിളിച്ചാലേ കർത്തൃമേശ എടുക്കാം. അവന്റെ അകത്തിരിക്കുന്ന വെളിപാട് ഏതാ? മൂന്ന് ദിവസം മുമ്പ് തുടങ്ങണം, അല്ലെങ്കിൽ ഒരാഴ്ചയ്ക്ക് മുമ്പ് തുടങ്ങണം. ദൈവസന്നിധി വിട്ടുമാറാതിരുന്ന് പാപങ്ങളെല്ലാം ഏറ്റുപറഞ്ഞ് അവസാനം ഒരു വഴിയിലെത്തും. അപ്പൊ കർത്തൃമേശ അവിടെ എഴുതിയിരിക്കുന്നത് എൻ്റെ വരവ് വരെ നിങ്ങൾ ചെയ്യാനാ. ചെയ്യുമ്പോൾ കാണിക്കുന്ന കോപ്രായങ്ങൾ കണ്ടാൽ കർത്താവ് തന്നെ ക്രൂശിൽ നിന്ന് എഴുന്നേറ്റു. ഇതിനല്ല ഞാൻ മരിച്ചത്, ഇങ്ങനൊന്നും ചെയ്യല്ലേ. ഇതൊക്കെ അപ്പോസ്തലന്മാരുടെ കാര്യമാണ് കഷ്ടം. ഏതെങ്കിലും ഭവനത്തിനകത്ത് സുവിശേഷം പറയും, അവരങ്ങ് രക്ഷിക്കപ്പെടും. അപ്പോസ്തലന്മാർ രക്ഷിക്കപ്പെട്ട് സന്തോഷിച്ച് എഴുതിച്ചു പോവല്ല. അവർ അപ്പം നുറുക്കി കൂട്ടായ്മ ആചരിച്ചു പോന്നു.
നീ 7 ദിവസം ഉപവസിച്ചിട്ട് നീ അവിടെ വാ, 3 ദിവസം ഇരുന്ന് ഉപവസിച്ചിട്ട് നീ അവിടെ വാ. പോസ്റ്റർമാർ അങ്ങനെ പറഞ്ഞില്ല. അവരപ്പം നുറുക്കി കൂട്ടായ്മ ആചരിച്ചു പോന്നു. ഈ വീട്ടിൽ കയറി സുവിശേഷം പറയുമ്പോൾ അവൻ രക്ഷിക്കപ്പെടും. അവിടെ കത്തുമേശയാണ്, റെസ്റ്റ് ഇല്ല. അടുത്ത വീട്ടിൽ പോകും. അടുത്ത വീട്ടിൽ പോയി അപ്പോസ്തലന്മാർ സുവിശേഷം പറയും, രോഗികളെ സൗഖ്യമാക്കും, സുവിശേഷം പറയും, ഇതെല്ലാം നടക്കും. അവിടെ കത്തുമേശ. നീ കർത്താവ് യേശുവിൽ വിശ്വസിക്കുക, നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. അവൻ രക്ഷപ്പെട്ടു. കർത്താവിന്റെ മേശ ഇന്ന് തുടങ്ങും. ആഴ്ചകൾക്ക് മുമ്പ് ഒരു ഉപവാസം പ്രഖ്യാപിക്കുകയും. എന്താ നടക്കുന്നത്? നിർത്ത്. എന്റെ ന്യായവിധി കഴിഞ്ഞെന്ന്, എന്റെ ശിക്ഷാവിധി തീർന്നെന്ന്, എനിക്കിനി ശിക്ഷാവിധി ഇല്ലെന്ന്. ഇത് ആരാ ചെയ്തത്? ഞാൻ ചെയ്തതാണോ? അല്ല, എനിക്ക് വേണ്ടി പിതാവ് ചെയ്തു. അതിന്റെ പേരാ കൃപ. അതിന്റെ നീ ആദരം തുറന്ന് കൃപ 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 എന്ന് പറയുന്നുണ്ടല്ലോ. ഇതാ കൃപ. നിന്നെ കൊണ്ട് പറ്റാത്തത് ക്രൂശിൽ പിതാവ് തികച്ചിട്ടുണ്ട്. അതിന്റെ പേരാ കൃപ. ഹല്ലേലൂയ. അതിന്റെ പേരാ കൃപ. നീ കൃപയിലാണെന്ന്. നീ പ്രവൃത്തിയിലല്ല, നീ കൃപയിലാണ്. നീ ഉപവാസം തീരുമാനിക്കുന്ന പ്രവൃത്തിയിലല്ല, നീ കൃപയിലാണ്. അന്ന് ആരെങ്കിലും ഉപവാസം എടുക്കാൻ പോകുന്നെങ്കിൽ അവൻ പ്രവൃത്തിയില്ല. ഹല്ലേലൂയ. അവൻ യേശുവുമായി ഒരു ബന്ധവുമില്ല. സ്തോത്രം. നീ കൃപയിലേക്ക് വാ. ഒന്നുകിൽ പിതാവാം ദൈവത്തിന്റെ പ്രവൃത്തിയിൽ നീ വിശ്വസിക്കണം, ഇല്ലെങ്കിൽ നീ വിശ്വസിക്കില്ല. നീ സ്വന്തമായി അധ്വാനിച്ചോ. ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയിൽ ആശ്രയിക്കുന്നവന് ശാപത്തിന് കീഴാകുന്നു. ഇത് നിന്നെ ശാപം കൊണ്ടുവരും. നമ്മൾ ശരീരത്തെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ പാപത്തിന്റെ ശിക്ഷ ഇല്ല എന്ന് പഠിച്ചു. ഇനി നമ്മൾ പാപത്തിന്റെ മോചനത്തെ കുറിച്ച് പഠിക്കാൻ പോവാം. രണ്ടും രണ്ടാ. ശിക്ഷാവിധി മാറിയതും മോചനവും രണ്ടും രണ്ടാ. കേട്ടോ? ഹല്ലേലൂയ. മനസ്സിലായോ നിങ്ങൾക്ക്? ശിക്ഷാവിധി മാറുമ്പോൾ തന്നെ എല്ലാം മാറിയെന്ന് വിചാരിക്കരുത്. അടുത്ത പടി എന്ന് പറയുന്നത് മോചനമാണ്. മോചനം. ശിക്ഷാവിധി മാറി എന്ന് പറഞ്ഞാൽ ന്യായവിധി, ശിക്ഷ അത് മാറി. എന്നിൽ ശിക്ഷ മാറി, അത്രേ ഉള്ളൂ. പക്ഷേ മോചനം നടന്നിട്ടില്ല. പാപത്തിന്റെ ശിക്ഷയെ മാറിയിട്ടുള്ളൂ, പാപത്തിന്റെ മോചനം നടന്നിട്ടില്ല. ഇപ്പോഴും ഞാൻ അടച്ചു സൂക്ഷിക്കുന്ന ഒരു ചട്ടക്കൂടുണ്ട്, അത് പാപമാണ്. ആ പാപം ചെയ്തതിന്റെ ശിക്ഷയാണ് മാറിയത്. ഇപ്പോഴും പാപത്തിൽ നിന്ന് മോചനം വന്നിട്ടില്ല, പുറത്തു വന്നിട്ടില്ല, സ്ഥാനം മാറിയിട്ടില്ല. മനസ്സിലായി നിങ്ങൾക്ക്? നമ്മൾ മോചനത്തെ കുറിച്ച് പഠിക്കാൻ പോവാ. മോചനം വേണമെങ്കിൽ അവിടെയാണ് യേശുക്രിസ്തുവിന്റെ രക്തത്തിലേക്ക് നമ്മൾ വരേണ്ടത്. സ്തോത്രം. ഹല്ലേലൂയ. മനസ്സിലായി നിങ്ങൾക്ക്? വീണ്ടെടുപ്പ് എന്ന് പറയും. മോചനം എന്ന് പറഞ്ഞാൽ ആ സ്ഥാനത്ത് നിന്ന് വീണ്ടെടുത്ത് വേറെ ഒരു സ്ഥാനത്താക്കി. അതാ മോചനം, വീണ്ടെടുപ്പ് എന്ന് പറയുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. അതെങ്ങനെയാണ് കർത്താവ് സാധ്യമാക്കിയതെന്ന് നമ്മൾ പഠിക്കാൻ പോകുകയാണ്. റെസ്ക്യൂ എന്ന് പറയുന്ന ഒരു ടീമുണ്ട്. എന്ന് പറഞ്ഞാൽ കടലിൽ ജീവിക്കുന്ന ജീവികളെ ഹല്ലേലൂയ സൂക്ഷ്മതയോടെ നോക്കി പരിശോധിച്ച് എന്തെങ്കിലും മുറിവ്, എന്തെങ്കിലും തകർച്ചയുണ്ടെങ്കിൽ ആ തകർച്ചയിൽ നിന്ന് രക്ഷിക്കുന്ന ഒരു ടീമിന്റെ പേരാണ് കടൽ റെസ്ക്യൂ ടീം. ഹല്ലേലൂയ. സ്തോത്രം. ഒരിക്കൽ ഒരു സമയത്ത് ഈ റെസ്ക്യൂ ടീം ഒരു ദിവസം പകൽ സമയത്ത് ആ ആഴക്കടലിന്റെ മീതെ അവരുടെ ബോട്ടുമായി സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു പ്രത്യേക രീതിയിൽ ഒരു വലിയൊരു ആമ, ഹല്ലേലൂയ, നമ്മൾ പുറമെ കാണുന്ന ആമ അല്ല, കടലൊക്കെ ജീവിക്കുന്ന ആമ എന്ന് പറഞ്ഞാൽ ഒത്തിരി വലുതാ. സ്തോത്രം. ഒത്തിരി ഈ വലിയ ആമ ഒരു അസാധാരണ രീതിയിൽ അവരുടെ പിന്നാലെ വരുന്നത് ആ റെസ്ക്യൂ ടീമിലെ ഒരു വ്യക്തി കണ്ടു. ഹല്ലേലൂയ. വ്യക്തി കാണുമ്പോൾ ആ ആമ ഒരു അസാധാരണ ഒരു പ്രത്യേക രീതിയിൽ കയ്യും കാലും ഒക്കെ ഇട്ട് അടിച്ച് അവരുടെ പിന്നാലെ തന്നെ അവരെ വിടാതെ ഹല്ലേലൂയ ഈ ബോട്ടിന്റെ പിന്നാലെ വരുന്നത് ആ ബോട്ടിൽ ഇരിക്കുന്ന ഒരു വ്യക്തി കാണുകയാണ്. ആ വ്യക്തി സൂക്ഷ്മതയോടെ നോക്കിയപ്പോൾ ആ വ്യക്തി കണ്ട കാഴ്ച എന്തെന്നറിയാമോ? ആ ആമയുടെ ശരീരം ഹല്ലേലൂയ രണ്ട് രീതിയിലാണ് കാണപ്പെട്ടത്. ആമയ്ക്ക് ഒരു ശരീരമേ ഉള്ളൂ, പക്ഷെ രണ്ട് രീതിയിൽ കാണപ്പെട്ടു. എന്ന് പറഞ്ഞാൽ ഏതോ കുഞ്ഞു പ്രായത്ത് കുഞ്ഞിലെ ആ ആമയുടെ ശരീരത്തിലേക്ക് ഒരു ഇരുമ്പ് വളയം അകപ്പെട്ടു. ഹല്ലേലൂയ. കുഞ്ഞു പ്രായത്തിൽ ആ ആമയുടെ ശരീരത്തിലേക്ക്, ആമയുടെ ഉദരത്തിനു ചുറ്റും ഒരു വളയം, ഇരുമ്പ് വളയം അകപ്പെട്ടു. എങ്ങനെയോ ഈ ആമ അതിനകത്ത് അകപ്പെട്ടു പോയി. വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ ആമ വളർന്നുവെങ്കിലും ഈ വളയം ഇരിക്കുന്ന സ്ഥാനം മാത്രം വളരുന്നില്ല. ഹല്ലേലൂയ.
മനുഷ്യൻ, നിങ്ങൾക്ക് ശ്രദ്ധിച്ച്, ഈ വളയമിരിക്കുന്ന സ്ഥാനം മാത്രം വളരുന്നില്ല, ബാക്കിയുള്ള ഭാഗമെല്ലാം കൃത്യമായി വളരുന്നുണ്ട്. ഹല്ലേലൂയ. ഇങ്ങനെ ഈ ആമയുടെ ശരീരം വളരും തോറും ഈ ആമയ്ക്ക് ഭയങ്കര ബുദ്ധിമുട്ട, വേദനയാ. ഹല്ലേലൂയ. സഹിക്കാൻ പറ്റാത്തൊരു വേദനയാ. ഈ വേദന സഹിക്കാൻ വയ്യാതെയാണ് ഈ റെസ്ക്യൂ ടീമിന്റെ പിന്നാലെ സഹായത്തിന് വേണ്ടിയിട്ട് എന്നെ സഹായിക്കണമേ, എന്നെ രക്ഷിക്കണമേ എന്ന് അതിന്റെ ഭാഷയിൽ കൈയും കാലും ഒരു പ്രത്യേക രീതിയിൽ ശബ്ദമൊക്കെ ഉണ്ടാക്കി ആ ബോട്ടിന്റെ പിന്നാലെ വന്നത്. ഹല്ലേലൂയ. ഈ ശ്രദ്ധയിൽപ്പെട്ട റെസ്ക്യൂ ടീം ആ ആമയെ ഹല്ലേലൂയ എടുത്ത് ബോട്ടിനകത്തേക്ക് പ്രവേശിപ്പിച്ചിട്ട് ആ വളയത്തെ കട്ട് ചെയ്തു. ഇരുമ്പ് വളയത്തെ കട്ട് ചെയ്തതിന് ശേഷം ഹല്ലേലൂയ ആ ആമയെ എടുത്ത് കടലിലേക്ക് ഇട്ടു. ഹല്ലേലൂയ. കടലിലേക്ക് ഇട്ടപ്പോൾ അത് രണ്ട് കൈയും അടിച്ച് എന്തൊക്കെ പറയുന്നുണ്ട്, നന്ദി പറഞ്ഞതാ. ഹല്ലേലൂയ. അതിന്റെ അർത്ഥം എന്തെന്നറിയാമോ? ആമയ്ക്ക് സന്തോഷമായി. ആമ പറയുകയാണ്, ഇനി ഞാൻ മോചിതനാണ്, ഞാൻ ഈ ഇരുമ്പ് വളയത്തിൽ നിന്ന് ഞാൻ മോചിക്കപ്പെട്ടവനാണ്. ഇനി എൻ്റെ മേൽ ഈ ഇരുമ്പ് വളയത്തിന് അധികാരമില്ല. ഇനി ഒരിക്കലും ഈ ഇരുമ്പ് വളയത്തിന് എൻ്റെ ശരീരത്തിൽ അധികാരമില്ല. ഹല്ലേലൂയ. അത് ആ പറയുക, ഇതേ സിസ്റ്റമാണ് യേശുവിന്റെ രക്തം എനിക്ക് തന്നത്. ഹല്ലേലൂയ. മനസ്സിലായോ? നിങ്ങളുടെ കരങ്ങളിൽ കർത്തൃമേശയുടെ സമയത്ത് വീഞ്ഞെടുക്കുമ്പോൾ നിങ്ങളുടെ അകത്ത് ഇതൊക്കെ ഓർമ്മ വരണം. ഹല്ലേലൂയ. കരയാനല്ല ഇത് നിന്റെ കരത്തിൽ തരുന്നത്. കരഞ്ഞ് കർത്തൃമേശ എടുക്കാനല്ല, നിലവിളിച്ചെടുക്കാനല്ല ഇത് തരുന്നത്. ഇത് ഓർക്കാനാ തരുന്നത്. കർത്താവിന്റെ വരവ് വരെ ഇത് ചെയ്യുവിൻ. അവന്റെ മരണത്തെ പ്രസ്താവിക്കുക. ഇന്ന് മരണത്തെ പ്രസ്താവിക്കുന്നത് എങ്ങനെയാണ്? രക്തത്തെ കുറിച്ച് പഠിക്കാൻ പോവാ. യേശു ക്രിസ്തുവിന്റെ രക്തം, പിതാവാം ദൈവം യേശു ക്രിസ്തുവിനെ ക്രൂശിച്ചു എന്ന് നമുക്ക് മനസ്സിലായി, നമുക്ക് തിരിച്ചറിവുണ്ടായി. നമ്മൾ യേശു ക്രിസ്തുവിന്റെ രക്തത്തെ കുറിച്ച് പഠിക്കുകയാണ്. ഈ യേശു ക്രിസ്തുവിന്റെ രക്തം എന്ന് പറയുന്നത് അതൊരു വിലയാണ്. എൻ്റെ വീണ്ടെടുപ്പ് വില. സ്തോത്രം. ഹല്ലേലൂയ. എൻ്റെ വീണ്ടെടുപ്പിന്റെ ധനം, എൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടി ദൈവം കൊടുത്ത സമ്പത്ത്, ദൈവത്തിന്റെ സകല സമ്പത്ത് എന്ന് പറയാം, ദൈവത്തിന്റെ മുഴുവൻ സമ്പത്ത്. ഹല്ലേലൂയ. ഈ രക്തം എന്ന് പറഞ്ഞാൽ അത് ജീവനാണ്. നമ്മൾ ഒത്തിരി പത്രവാർത്തകളിലൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. എന്താ കേട്ടത്? രക്തം വാർന്നു മരിച്ചു, രക്തം കിട്ടാതെ മരിച്ചു. ഹല്ലേലൂയ. അതിന്റെ കാരണം എന്താ? പിതാവാം ദൈവം ഒരു മനുഷ്യന്റെ ജീവൻ വെച്ചിരിക്കുന്നത് ഈ രക്തത്തിനകത്താണ്. രക്തത്തിനല്ല പ്രാധാന്യം, രക്തത്തിനകത്തുള്ള ജീവനാ പ്രധാനം. കാരണം രക്തം പോകുമ്പോൾ ഈ ജീവൻ കൂടെ അങ്ങ് പോകും. ഹല്ലേലൂയ. മനസ്സിലായി? നിങ്ങൾക്ക് ശ്രദ്ധിച്ച് ആ വെളിപ്പാടെന്ന് രക്തം രണ്ടായിട്ട് കാണണം. പിതാവാം ദൈവം ജീവൻ വെച്ചിരിക്കുന്നത് എവിടെയാ? രക്തത്തിനകത്താണ്. നിങ്ങൾ ബയോളജി പഠിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ഒരു മൈക്രോസ്കോപ്പ് വെച്ച് ഒരു തുള്ളി രക്തം എടുത്ത് നോക്കിയാൽ, ആ രക്തത്തെ ഒന്ന് സൂക്ഷ്മമായി നോക്കിയാൽ ആ രക്തത്തിനകത്ത് കിടന്ന് എന്തോ ചലിക്കുന്നതായി കാണാം. അങ്ങനെ കണ്ടുള്ള ആരെങ്കിലും ഉണ്ടോ? അങ്ങനെ സംഭവിച്ചിട്ടില്ലേ? എന്തോ ഇങ്ങനെ കറങ്ങുന്നത് കാണാം അല്ലേ? ചലിക്കും. ആ രക്തം എന്ത് ചെയ്യും? ചലിക്കുന്നതായി കാണാം. ആ ചലിക്കുന്നതാണ് ജീവൻ. രക്തത്തിനകത്താണ് പിതാവാം ദൈവം നമ്മുടെ ജീവൻ വെച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. ഇവിടെ രക്തം എന്ന് പറയുന്നത് എൻ്റെ വീണ്ടെടുപ്പ് വിലയാണ്. ആ വീണ്ടെടുപ്പ് വില എന്ന് പറയുന്നത് പുത്രന്റെ ജീവനാണ്. സ്തോത്രം. ഹല്ലേലൂയ. മനസ്സിലായി നിങ്ങൾക്ക്? ഹല്ലേലൂയ. പുത്രന്റെ ജീവന. ഈ പുത്രന്റെ ജീവൻ കൊടുത്ത് എന്നെ വിലയ്ക്ക് വാങ്ങി, എന്നെ പാപത്തിൽ നിന്ന് മോചിപ്പിച്ചു. ആമയെ മോചിപ്പിച്ചതുപോലെ പാപത്തിന്റെ ഇരുമ്പ് വളയത്തിൽ നിന്നും എന്നെ മോചിപ്പിച്ചത്, എന്നെ വീണ്ടെടുത്തത്, വീണുപോയ സ്ഥാനത്തു നിന്നും എന്നെ എഴുന്നേൽപ്പിച്ച് പൊസിഷൻ മാറ്റിയത് ഈ രക്തമാണ്.